നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ന്യൂസിന്റെ ഗൾഫ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ദുബായ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ചെറുകിട സംരംഭകർക്ക് പിന്തുണയേകി സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പും ലുലു ഗ്രൂപ്പും തമ്മിൽ കരാർ ഒപ്പുവെച്ചു. വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നാഫിസ് പുരസ്കാരം നൽകി ആദരിച്ചു. പ്രാദേശിക മാമ്പഴ രുചികൾക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാംഗോ മാനിയ ഫെസ്റ്റിൽ. ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തിൽ അൽ ഖൈൽ റോഡിന്റെ വീതികൂട്ടൽ പദ്ധതി പൂർത്തീകരിച്ചു. അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായ ശനിയാഴ്ച ദുബായ് മ്യൂസിയം തുറക്കും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദുബായ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ചെറുകിട സംരംഭകർക്ക് പിന്തുണയേകി സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പും ലുലു ഗ്രൂപ്പും തമ്മിൽ കരാർ ഒപ്പുവെച്ചു. ദുബായിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദുബായ് സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പുമായി ലുലു ഗ്രൂപ്പ് കരാർ ഒപ്പുവെച്ചു. ചെറുകിട സംരംഭങ്ങൾക്കൊപ്പം തന്നെ ഇടത്തരം സംരംഭങ്ങൾക്കും വിപണിയിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ കരാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാമ്പത്തിക വികസന വകുപ്പിലെ സംയോജിത വിഭാഗമായ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ സിഇഒ അബ്ദുൽ ബാസിദ് അൽ ജന്നാഹി, ലുലു ഗ്രൂപ്പ് ഡയറക്ടർ MA സലീം എന്നിവർ ചേർന്നാണ് കരാർ ഒപ്പിട്ടത്. ദുബായിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ചെറുകിട ഇത്തരം സംരംഭങ്ങൾക്ക് വിൽപ്പന അവസരങ്ങൾ നൽകുക, വിപണിയിലേക്കുള്ള പ്രവേശനത്തിൽ ദുബായിലെ SME അംഗങ്ങൾക്കും മുൻഗണന നൽകുക, ലുലുവിന്റെ പ്രമോഷനുകളിലൂടെ പിന്തുണയ്ക്കുക തുടങ്ങിയവയ്ക്ക് കരാർ പ്രാധാന്യം നൽകും. പ്രാദേശിക സംരംഭകരെ പിന്തുണയ്ക്കാനും അവരുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് ലുലു ലക്ഷ്യമിടുന്നതെന്ന് MA സലീം പരാമർശിച്ചു. സഹ്യ ന്യൂസ്, ദുബായ്. വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നാഫിസ് പുരസ്കാരം നൽകി ആദരിച്ചു. UAEയിലെ സ്വദേശിവൽക്കരണ നിയമത്തോട് മികച്ച പ്രതികരണം നടത്തിയ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നാഫിസ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 14 തൊഴിൽ മേഖലകളിലെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് പുരസ്കാരത്തിന്റെ 2ാം പതിപ്പിലൂടെ അർഹത നേടിയത്. ആദ്യ പതിപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുരസ്കാരത്തിനായുള്ള അപേക്ഷകളുടെ എണ്ണം 98% വർദ്ധിച്ചിരുന്നു. അബുദാബി ഖസർ അൽ വത്തനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്വദേശി വൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ മത്സരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് നാഫിസ് പുരസ്കാരം നൽകി ആദരിച്ചതിന്റെ പ്രധാന ലക്ഷ്യം. സഹ്യ ന്യൂസ്, അബുദാബി. പ്രാദേശിക മാമ്പഴ രുചികൾക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാംഗോ മാനിയ ഫെസ്റ്റിൽ. ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ മാനിയ ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രാദേശിക മാമ്പഴ രുചികൾക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയുടെ സാന്നിധ്യത്തിൽ ബോഷർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് മാംഗോ മാനിയ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവലിന്റെ ഭാഗമായി മാമ്പഴങ്ങളോടൊപ്പം രുചികരമായ മാമ്പഴ വിഭവങ്ങളും ആസ്വദിക്കാവുന്നതാണ് കാഴ്ചക്കാർക്ക്. സഹ്യ ന്യൂസ്, ഒമാൻ. ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തിൽ അൽ ഖൈൽ റോഡിന്റെ വീതികൂട്ടൽ പദ്ധതി പൂർത്തീകരിച്ചു. ദുബായിൽ ഗതാഗതം എളുപ്പമാക്കുന്നതുമായി ബന്ധപ്പെട്ട അൽ ഖൈൽ റോഡിലെ വീതികൂട്ടൽ പദ്ധതി പൂർത്തീകരിച്ച റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അൽ ജദ്ദാഫ് ബിസിനസ് ബേ പ്രദേശങ്ങളിലായി 1 കിലോമീറ്റർ റോഡിനാണ് വീതി കൂട്ടിയത്. ദേരയിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് അൽ ജദ്ദാഫിലെ അൽ ഖൈൽ റോഡിന് 600 മീറ്ററിൽ പുതിയ പാത നിർമ്മിച്ചതിനൊപ്പം ബിസിനസ് ബേയിലേക്കുള്ള പ്രവേശന കവാടത്തിലെ അൽ ഖൈൽ റോഡിൽ 435 മീറ്റർ വീതിയിലുള്ള പാതകളും നിർമ്മിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ വികസന പ്രവർത്തനങ്ങൾ RTA പൂർത്തിയാക്കുന്നത്. ഈ വർഷത്തിന്റെ 4ാം പാദത്തിൽ അൽ ഖൈൽ റോഡ് മെച്ചപ്പെടുത്തൽ പദ്ധതി പൂർത്തിയാക്കാനാണ് RTA ലക്ഷ്യമിടുന്നത്. സഹ്യ ന്യൂസ്, ദുബായ്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായ ശനിയാഴ്ച ദുബായ് മ്യൂസിയം തുറക്കും. എക്സ്പോ 2020 ദുബായ് മ്യൂസിയം അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായ ശനിയാഴ്ച തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ എക്സ്പോ 2020 ദുബായ് മ്യൂസിയത്തിലേക്ക് സൗജന്യ പ്രവേശനം നൽകും. 3 സ്റ്റോറീസ് ഓഫ് നാഷണൽ എക്സിബിഷനിലേക്കും സൗജന്യമായി പ്രവേശിക്കാം. ഈ ദിവസങ്ങളിൽ അലീഫ്, ടെറ, വിമൻസ് വിഷൻ പവലിയനുകളുടെയും ഗാർഡൻ ഇൻ സ്കൈ നിരീക്ഷണ ടവറിന്റെയും ടിക്കറ്റ് നിരക്കിൽ 50% കിഴിവ് ലഭിക്കും. സഹ്യ ന്യൂസ്, ദുബായ്. ഇന്നത്തെ വിനിമയ നിരക്ക് ഇപ്രകാരമാണ്. സ്വർണവില ഗ്രാമിന് 267.25 ദിർഹമാണെങ്കിൽ ഇന്നലെ 285 ദിർഹമായിരുന്നു.